സുഹൃത്തുക്കളെ, ഇന്നു ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ആളുകളും ഈ വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വയം ഒരു കരുതൽ വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഇതിൽ പറയുന്ന 7 കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ കേൾക്കുക. നമുക്ക് കഥയിലോട്ട് പോകാം. ഒരിക്കലൊരു വ്യക്തി ഒരു ബുദ്ധസന്യാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരുദേവ, ദയവായി എന്നെ സഹായിക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ അസ്വസ്ഥനാണ്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. സന്യാസി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സുഹൃത്തെ, എന്താണ് കാര്യമെന്ന് വിശദമായി പറയൂ. ആ മനുഷ്യൻ തന്റെ ദുഃഖകരമായ കഥ പറയാൻ തുടങ്ങി. ഗുരുദേവ, ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ ഞാൻ എന്റെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. പണത്തിനായി എന്റെ അടുക്കൽ വരുന്ന ആർക്കും ഞാൻ പണം കടം കൊടുക്കുമായിരുന്നു. പക്ഷേ പണം തിരികെ ലഭിക്കേണ്ട സമയമായപ്പോൾ ആളുകൾ ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങി. എന്റെ പണം തിരികെ നൽകുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിവാഹിതനായത്. ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയോടൊന്നും മറച്ചുവെക്കില്ല. എന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ എന്റെ ഭാര്യയോടെല്ലാം പറഞ്ഞു. അതുപോലെ ഈ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അവളോട് പറയും. എന്നിട്ടും എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊട്ടും ബഹുമാനം തോന്നുന്നില്ല. ഒരു ദിവസം അവൾ എന്നോട് നല്ല വഴക്കുണ്ടാക്കി. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ മധ്യസ്ഥ വഹിക്കാൻ എൻ്റെ അയൽക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ കൂടുതൽ ദേഷ്യപ്പെടുകയും വീട് വിട്ടു പോവുകയും ചെയ്തു. എന്റെ മുന്നിൽ നിന്ന് ആളുകൾ എന്നെ ബഹുമാനിക്കുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരെന്റെ പുറകിൽ നിന്ന് എന്നെ കളിയാക്കുകയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഗ്രാമത്തിൽ ഞാൻ പരിഹാസപാത്രമായി മാറിയിരിക്കുന്നു. ആളുകൾ എന്നെ മുതലെടുക്കുന്നു. ഇപ്പോഴെന്റെ വ്യാപാരം നല്ല രീതിയിൽ തകർന്നു. എന്റെ ഭാര്യയും എന്നെ ഉപേക്ഷിച്ചു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് സന്യാസി ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ സുഹൃത്തെ, നിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പിന്നിലെ കാരണം നിങ്ങൾ വളരെ നിഷ്കളങ്കനായതുകൊണ്ടാണ്. ആരോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അതിനാൽ ആരോടും ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത 7 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ആ മനുഷ്യൻ ബുദ്ധസന്യാസിയെ ശ്രദ്ധാപൂർവം കേൾക്കാൻ തുടങ്ങി. നമ്മൾ ആരോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ആദ്യ കാര്യം നമ്മുടെ സങ്കടവും നിസ്സഹായതയുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോൾ നമ്മളത് മറ്റുള്ളവരുമായി പങ്കിടാൻ തുടങ്ങുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ സങ്കടം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെ ആ സങ്കടം കുറയുമെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ ദുർബലനും നിസ്സഹായനുമാണെന്ന് തെളിയിക്കപ്പെടുന്നു. ഇത് ചെയ്യുന്നതിലൂടെ മിക്ക ആളുകളും നിങ്ങളെ സഹായിക്കുന്നത് കുറയും. അതുപോലെ തീർച്ചയായും നിങ്ങളുടെ പുറകിൽ നിന്ന് അവർ നിങ്ങളെ കളിയാക്കും. ആരെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ അവർ നിങ്ങളിൽ നിന്നും അതിലും വലിയ സഹായം പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് അവരെ തിരിച്ച് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടും. അതുപോലെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ശത്രുക്കളിൽ ആരോടെങ്കിലും പങ്കുവെച്ചാൽ അവർ നിങ്ങളുടെ നിസ്സഹായത കൈകാര്യം ചെയ്യും. കാരണം നിങ്ങൾ ഇപ്പോൾ ദുർബലനും നിസ്സഹായനുമാണെന്ന് നിങ്ങളുടെ ശത്രുക്കൾക്ക് മനസ്സിലാകും. നിങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള ശരിയായ സമയമാണിത്. അതിനാൽ ഒരിക്കലും നിങ്ങളുടെ ദുഃഖവും നിസ്സഹായതയും മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക. ശേഷം സന്യാസി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മുൻകാല തെറ്റുകളും ഭാവി പദ്ധതികളുമാണ്. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ എന്തുതന്നെയായാലും അതൊരിക്കലും മറ്റുള്ളവരുമായി പങ്കിടരുത്. മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ മുൻകാല തെറ്റുകൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പകരം ആളുകളുടെ കണ്ണിൽ നിങ്ങൾ പരിഹാസത്തിന് കാരണമാകും. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും. അവർ നിങ്ങളെ സംശയത്തോടെ കാണാൻ തുടങ്ങും. നിങ്ങളിലുള്ള അവരുടെ വിശ്വാസവും കുറയും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുൻകാല തെറ്റുകളുമായി സഹവസിക്കുന്നതിലൂടെ ആളുകൾ നിങ്ങളെ കാണും. നിങ്ങളൊരു വിശ്വസനീയ വ്യക്തിയായി കാണപ്പെടില്ല. ഇത് സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കും. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾ മറ്റുള്ളവരുമായി പറയരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ 2 വലിയ ദോഷങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ച് ആളുകളോട് പറയാൻ തുടങ്ങുമ്പോൾ ആളുകൾ നിങ്ങളെ പ്രശംസിക്കാൻ തുടങ്ങും. എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് അസൂയയായിരിക്കും. അവർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ സംതൃപ്തനാകാൻ തുടങ്ങും. നിങ്ങൾ സംതൃപ്തനാകുമ്പോൾ നിങ്ങളുടെ ഉത്സാഹം കുറയും. തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള അഭിനിവേശം നിങ്ങൾക്ക് നഷ്ടപ്പെടും. രണ്ടാമത്തെ പോരായ്മ എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾ ആളുകളുമായി പങ്കുവയ്ക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് അസൂയ തോന്നാൻ തുടങ്ങും. ഉള്ളിൽ നിന്ന് അവർ നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കാൻ തുടങ്ങും. അവർ നിങ്ങളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കും. സാധ്യമെങ്കിൽ അവർ നിങ്ങളുടെ ഭാവി പദ്ധതികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് രഹസ്യമായി സൂക്ഷിക്കുക. അത് നേടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അവരോട് പറയാൻ ശ്രമിക്കാവൂ. ഇനി നിങ്ങൾക്ക് പറയേണ്ട അവസ്ഥ വന്നാൽ മറ്റെന്തെങ്കിലും പദ്ധതിയെക്കുറിച്ച് പറയുക. ശരിക്കുള്ള പദ്ധതി പറയാതിരിക്കുക. മൂന്നാമത്തേത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചോ കുടുംബാംഗങ്ങൾക്കിടയിലോ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചോ ആരോടും പറയരുത്. എല്ലാ വീട്ടിലും പലപ്പോഴും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരരുത്.
പലപ്പോഴും വീട്ടിൽ ഒരു ചെറിയ തർക്കത്തിനോ വഴക്കിനോ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തുടങ്ങുന്നു. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ മറ്റുള്ളവരുമായി വിമർശിക്കാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നമ്മളെ പരസ്യമായി അപമാനിക്കാൻ കഴിയുമെന്ന് നമ്മൾ മറക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാൻ അവസരം ലഭിക്കുന്നു. കൂടാതെ ആവശ്യമെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിലെ തർക്കം മുതലെടുക്കാനും കഴിയും. നമ്മുടെ കുടുംബകാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും കുടുംബത്തിലുള്ളവരെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയാനിടയായാൽ അവർ വളരെ വിഷമിക്കും. അപ്പോൾ അവരുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ വഷളാകും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായി ഒരിക്കലും സംസാരിക്കരുത്. നാലാമത്തെ കാര്യം നിങ്ങളുടെ ബലഹീനതയെയും നിങ്ങളുടെ ശക്തിയെയും കുറിച്ചാണ്. നിങ്ങളുടെ ബലഹീനതയെയും ശക്തിയെയും കുറിച്ച് ആരോടും പറയാതിരിക്കുന്നതിന് രണ്ടു പ്രധാന കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ ശത്രു അറിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശക്തിയെ നേരിടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തും. നിങ്ങളെ താഴ്ത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബലഹീനത മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ ആളുകൾ അതിന്റെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഭാവിയിൽ അത് മുതലെടുത്തുകൊണ്ട് അവർക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്താനും സാധിക്കും. അങ്ങനെ നിങ്ങൾ എപ്പോഴും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. നിങ്ങൾ അവരെ അനുസരിക്കേണ്ടി വരും. ഭർത്താവ് പോലും തന്റെ ബലഹീനത ഭാര്യയോട് ഒരിക്കലും പറയരുത്. ഭാര്യ തന്റെ ബലഹീനത ഭർത്താവിനോടും പറയരുത്. കാരണം അവർ പോലും ചിലപ്പോൾ പരസ്പരം ബലഹീനതയെ അനാവശ്യമായി മുതലെടുക്കാം. അവർ മറ്റുള്ളവരുടെ അടിച്ചമർത്തലിന് വിധേയനാകേണ്ടി വരും. സന്യാസി പറഞ്ഞു, അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചുമാണ്. അതിനു പിന്നിൽ രണ്ടു കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നിങ്ങൾ എല്ലാ മാസവും മികച്ച വരുമാനം നേടുകയും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ആദ്യം അവർ നിങ്ങളോട് അസൂയപ്പെടാൻ തുടങ്ങും. അവർ നിങ്ങളോട് പണം കടം ചോദിക്കാൻ തുടങ്ങും. പിന്നീട് അവർ നിങ്ങൾക്ക് പണം തിരികെ നൽകാൻ മടിക്കും. കാരണം നിങ്ങൾ ആവശ്യത്തിലധികം സമ്പാദിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ആവശ്യത്തിന് സമ്പാദ്യമുണ്ടെന്നും അവർ കരുതും. അതിനാൽ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല എന്നവർ ചിന്തിക്കും. ഇത് അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കും. പണം നൽകുമ്പോൾ ആളുകളുടെ മനസ്സ് വായിക്കാനും ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അവരുടെ മനസ്സ് വായിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ നിരവധി സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാനും കഴിയും. മറുവശത്ത് നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളുടെ വരുമാനം കുറവാണെന്നറിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് അർഹമായ ബഹുമാനമുണ്ടാകില്ല. നിങ്ങളുടെ താഴ്ന്ന വരുമാനത്തെ അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് കളിയാക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങൾക്ക് പണം കടം തരില്ല. കാരണം അവരുടെ പണം തിരികെ നൽകാൻ നിങ്ങൾക്ക് മതിയായ വരുമാനം ലഭിക്കുന്നില്ലെന്ന് അവർക്കറിയാം. ഇത് അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും നശിപ്പിക്കും. കൂടാതെ സമൂഹത്തിൽ നിങ്ങൾക്ക് അർഹമായ ബഹുമാനം നേടാനും കഴിയില്ല. അതിനാൽ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. സന്യാസി തുടർന്നു, ആറാമത്തെ കാര്യം നിങ്ങളുടെ അപമാനത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആരോടും ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പോലും പറയരുത്. കാരണം ആ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചേക്കാം. എന്നാൽ പിന്നീട് ചിലപ്പോൾ അവർ ആ അപമാനത്തെക്കുറിച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും പരിഹസിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ മുൻകാലങ്ങളിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടതായി മറ്റുള്ളവർ അറിഞ്ഞാൽ ആരുടെയും മുന്നിൽ വെച്ച് ആ അപമാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വീണ്ടും അപമാനിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും അത് പറയരുത്. ഏഴാമത്തേതും അവസാനത്തേതുമായ കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കളെയും അതുപോലെ ശത്രുക്കളെയും കുറിച്ച് ആരോടും പറയരുത് എന്നതാണ്. എന്നിരുന്നാലും മിക്ക ആളുകളും അവരുടെ ഉറ്റ സുഹൃത്തുക്കൾ ആരാണെന്നും ശത്രുക്കൾ ആരാണെന്നും മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നതിൽ വലിയ രീതിയിൽ ഉത്സാഹം കാണിക്കുന്നു. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാരുമായും പങ്കിടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ദോഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്നറിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്കെതിരെ അവരെ പ്രേരിപ്പിക്കാനും കഴിയും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് അറിയാമെങ്കിൽ ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വഴക്കിട്ടാൽ അവർക്ക് നിങ്ങളുടെ ശത്രുക്കളുമായി കൈകോർത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്നും നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്നും ആരോടും പറയരുത്. സുഹൃത്താണെന്ന് പറയേണ്ടി വരുമ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് പറയുന്നതിന് പകരം അവൻ എൻ്റെ ഒരു സുഹൃത്താണെന്ന് വളരെ ലഘുവായി പറയുക. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം ബുദ്ധസന്യാസി നിശബ്ദനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയ സുഹൃത്തേ, 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും അവ ആരോടും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സമൂഹത്തിൽ സന്തോഷകരവും ആദരണീയവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ആ മനുഷ്യന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകി, പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ.
ഇന്ന് അവന് മനസ്സിലായി മറ്റുള്ളവരോട് തന്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞതിന്റെ പേരിൽ അവൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന്. ആ കാരണത്താൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവനെ വിഡ്ഢിയായി കണക്കാക്കി. സന്യാസിയുടെ മുന്നിൽ വെച്ച് അവൻ പറഞ്ഞു, നഷ്ടപ്പെട്ട എന്റെ ജീവിതം, തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന എന്റെ വ്യാപാരം എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും 7 കാര്യങ്ങൾ ആരോടും പറയില്ലെന്നും അവൻ തീരുമാനിച്ചു. തന്റെ കണ്ണുനീർ തുടച്ച് സന്തോഷത്തോടെ അവൻ സന്യാസിയെ വണങ്ങി അവിടെ നിന്ന് പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ലാത്ത 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഈ 7 കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതവും സന്തോഷകരവും ആദരണീയവുമായ ജീവിതം നയിക്കാൻ കഴിയും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.